നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 92-ാമത്തെ ശ്ലോകം. ദൂരീകൃതാനി ദുരിതാനി ദുരക്ഷരാണി ദൗർഭാഗ്യ ദുഃഖ ദുരഹംകൃതി ദുർവചാംസി സാരം തുദീയചരിതം നിതരാം പിബന്ധം ഗൗരീശ മാമിഹ സമുദ്ധര സത്കടാക്ഷൈഹി. ഗൗരീശ, അല്ലയോ പാർവതീപദേ, ദുരിതാനി, ദുരിതങ്ങളും, ദുരക്ഷരാണി, ചീത്തയായ തലയെഴുത്തുകളും, ദൗർഭാഗ്യ ദുഃഖ ദുരഹംകൃതി ദുർവചാംസി, കഷ്ടപ്പാട്, ഖേദം, അപകടകരമായ അഹങ്കാരം, ചീത്തയായ ഭാഷണം, ഇവയെല്ലാം ദൂരീകൃതാനി, അകന്നുപോയിരിക്കുന്നു. സാരം ത്വദീയ ചരിതം, സാരങ്ങളായ അങ്ങയുടെ ചരിതങ്ങളെ, ഭഗവാന്റെ ചരിതങ്ങളെ, നിതരാം പിബന്ധം, നിതരാം പിബന്ധം മാം, നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ, ഇഹ, അതായത് ഈ ജന്മത്തിൽ തന്നെ, സത്കടാക്ഷൈഹി, കൃപാകടാക്ഷങ്ങളെ കൊണ്ട്, സമുദ്ധര, കരകയറ്റിയാലും. പരമശിവഭക്തിക്ക് പ്രാരബ്ധങ്ങളെ പോലും പരിഹരിക്കാൻ കഴിയും. ഭഗവത് കഥകൾ, അതായത് ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ അനുസ്യൂതം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാവിധ പാപങ്ങളും അകലുന്നു. ഇതിന് തുഞ്ചത്തെഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്, അഘമകലുമഖില ജഗദധിപതി കഥാമൃതം ആജീവനാന്ത മുഷിച്ചലുണ്ടായവര. അതായത് ഈ കഥാമൃതം സർവ പാപഹാരിയാണ് എന്ന് എഴുത്തച്ഛൻ ഉറപ്പു നൽകാണ്. അതിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ് ദുരിതങ്ങൾ അകലുന്നത്, ദുഃഖമില്ലാതായത്, അഹംഭാവമകന്നത്, ഏഷണി, പൊളി, ചീത്ത പറയൽ എന്നിവ ചെയ്യൽ സാധിക്കാതെയായത്. അപ്പോൾ പാപം നീങ്ങിയാലാണ് ഇതൊക്കെ സാധിക്കൂ. അടുത്തതായി ഇനി വേണ്ടത് ഭഗവാന്റെ കൃപാകടാക്ഷം എന്നിൽ പതിയലും അതുവഴി എന്നെ സംസാരത്തിൽ നിന്നും കരകയറ്റലുമാണ്. വളരെ വൈകിട്ടാണെങ്കിലും നമ്മുടെ കൈകളിലേക്ക് നൊച്ചൂർ സ്വാമിയുടെ ശിവാനന്ദലഹരിയുടെ വ്യാഖ്യാനം കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ 92-ാമത്തെ ശ്ലോകം എങ്ങനെയാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഈ ശ്ലോകത്തിൻ്റെ കാതലായ വിഷയം ആയിട്ട് പറയുന്നത് സത്കടാക്ഷൈഹി സമുദ്ധര എന്നുള്ളതാണ്. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, അവിടുത്തെ കൃപാവലോകനം കൊണ്ട് എന്നെ ഉദ്ധരിക്കണം, സംസാര ദുഃഖത്തിൽ നിന്നും എന്നെ കരകയറ്റണം. ഭഗവാന്റെ ചരണത്തിനെ ആശ്രയിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദുരിതങ്ങളും ദുർവിധിയും ദൗർഭാഗ്യവും അഹങ്കാരവും ചീത്തവാക്കുകളുമെല്ലാം വിട്ടുപോയിരിക്കുന്നു. ഞാൻ ഭഗവാന്റെ ചരിത്രങ്ങളെ ശ്രവണമനനങ്ങൾ ചെയ്തുകൊണ്ട് വസിക്കുകയാണ്, ഭക്തി സാധന ചെയ്യുകയാണ്. ലൗകിക വ്യവഹാരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നർത്ഥം. ഉള്ള സമയമൊക്കെ തന്നെ ഭഗവത് ധ്യാനത്തിൽ ചിലവഴിക്കുന്ന എന്നെ അവിടുന്ന് ഉദ്ധരിക്കണം എന്നാണ് പ്രാർത്ഥന. ഇതിൻ്റെ മറ്റൊരു ധ്വനി ഭഗവാന്റെ ചരണത്തിനെ ആശ്രയിക്കുമ്പോൾ ഭക്തനിൽ വരുന്ന ആത്മവിശ്വാസമാണ്. ഇതാണ് ആദ്യ ഭാഗത്തിൽ കാണുന്നത്. ദുരിതങ്ങളൊക്കെ തന്നെ പോയിരിക്കുന്നു എന്ന് ഭക്തൻ ഉദ്ഘോഷിക്കുകയാണ്. ഭഗവാന്റെ നാമത്തിൽ, ഭഗവത് ഭക്തിയിൽ അത്ര കണ്ട് വിശ്വാസമുള്ള ഭക്തന് ഇനിയും തനിക്ക് എന്തെങ്കിലും ദുരിതങ്ങളുണ്ട്, താൻ വിഷമിക്കുന്നു എന്നുള്ള ഭ്രമമൊന്നും ഇല്ല. ജ്ഞാനസംബന്ധർ ജൈനന്മാരുമായി വാദത്തിന് പുറപ്പെടുമ്പോൾ തിരുനാവുക്കരശ് സ്വാമികൾ, അതായത് അപ്പർ സ്വാമികൾ, തൻ്റെ അനുഭവം വെച്ചുകൊണ്ട് തന്നെ ദുഷിച്ചുപോയ ജൈനമതത്തിലുള്ളവർ പലവിധ ആപത്തുകൾ വരുത്തി വെച്ചേക്കാം, ഗ്രഹനിലകൾ ഒന്നും തന്നെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് ജ്ഞാനസംബന്ധർ പാടിയ ഒരു പാട്ടാണ് കോളറുപതികം. അതിൽ പാടുന്നു, പാർവതീപ്രിയനും വിഷപാനം ചെയ്ത കണ്ഠത്തോടു കൂടിയവനുമായ ശിവൻ അതിദിവ്യമായ വീണയിൽ മൃദുവായി ലാഘവത്തോടുകൂടി വാദനം ചെയ്ത് എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നു. കളങ്കമറ്റ തിങ്കൾ കല ശിരസിൽ ചൂടിയിട്ടുണ്ട്. ഗംഗാ നിർജ്ജരി ഹരഹരധ്വനി മുഴക്കി ജടാശൃംഗത്തിൽ തരംഗായുധമായി ധാരമുറിയാതെ പതിക്കുന്നു. ഈ ഈശ്വരൻ ഹൃദയത്തിലുള്ളപ്പോൾ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, രാഹു, കേതു എന്നിവകൾ ഭക്തന് നല്ലത് തന്നെയാണ്.
ഭക്തന് വളരെ മംഗളം, ശുഭം. അശുഭകരമായത് ഒന്നും തന്നെയില്ല, ഒരു ദിവസവുമില്ല, ഒരു കാലവുമില്ല. ഭഗവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ ഗ്രഹങ്ങളൊക്കെ തന്നെ ഏതു നിലയിലാണെങ്കിലും ഒന്നും ഭയപ്പെടാനില്ല. ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല മുഖ്യം, പരമേശ്വരൻ ഹൃദയത്തിൽ ഇരിക്കുന്നുവോ എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ സാരം. ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം ഭക്തന് ഭക്തിയുടെ ഫലമായിട്ട് വരണം.